ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1367 ദിവസമായ ഇന്ന് 2025 ഫെബ്രുവരി മാസം 10 തിങ്കളാഴ്ച, 1200 ആണ്ട് മകരമാസം 28 ഗുരുവചനങ്ങളിലൂടെ ഗർഭിണി ഒരു വിധത്തിലും ദുഃഖിതയായി തീരരുത്. ദുർജനങ്ങളുടെ കഥകൾ ചിന്തിക്കുക പോലും അരുത്. ഗർഭിണി സ്വയമേവ തൻ്റെ ശിശു എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞവനും ബുദ്ധിമാനും യോഗ്യനുമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യനായ വിദ്യാനന്ദ സ്വാമികൾ എഴുതിയ ഒരു സഞ്ചാരം എന്ന് വിവരിക്കുന്നതിൻ്റെ 13-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. കണ്ടിയിലും കൊളംബിലുമുള്ള പ്രധാനമായ ബുദ്ധമത സ്ഥാപനങ്ങളിൽ ചിലതെല്ലാം സ്വാമികൾ സന്ദർശിക്കുകയുണ്ടായി. അവരുടെ വൃത്തികൾ സ്വാമിക്ക് തീരെ പിടിച്ചില്ല. മഠങ്ങളിൽ സന്യാസിമാർ ഓരോ കോളാമ്പി വെച്ച് തുപ്പിക്കൊണ്ടിരിക്കും. അടുത്തു വന്നാലുള്ള ദുർഗന്ധവും മനുഷ്യരുടെ നേരെ പ്രേമമില്ലാത്ത സ്വഭാവവും സ്വാമികൾക്ക് ഇഷ്ടമായില്ല. എന്നാൽ അനേകം ഭിക്ഷുക്കൾ സ്വാമികളെ വന്ന് ദർശിച്ചു കൊണ്ടിരുന്നു. ജർമ്മൻകാരനായ മാഹീന്ദൻ മുതലായ ചില ഭിക്ഷുക്കൾ തൃപ്പാദങ്ങളെ പ്രത്യേക ഭക്തിപൂർവം വന്ദിച്ചിരുന്നു. വയോധികനായ ഒരു സിംഹള ബുദ്ധഭിക്ഷുവിന് വളരെ കാലമായി ഉണ്ടായിരുന്ന ഒരു പിശാചിൻ്റെ ഉപദ്രവം സ്വാമികൾ വെള്ളവത്തയിൽ വെച്ച് വാക്കുകൊണ്ട് പറഞ്ഞു തീർത്തു. പലർക്കും സ്വാമികൾ നല്ല ഉപദേശങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഖാദർ എന്ന പേരായ ഒരു മുസൽമാൻ സ്വാമികളുടെ പ്രിയ ശിഷ്യനായി ഉപദേശം വാങ്ങി. അയാൾക്ക് ഹിന്ദുമതത്തോടുള്ള പ്രതിപത്തി നിമിത്തം ഖാദർ കന്ദസ്വാമി എന്ന് സ്വയം നാമകരണം ചെയ്യുകയും വിഭൂതി ധരിക്കുകയും ചെയ്തു. അയാൾ ചെറിയൊരു പ്രഭുവാണ്. സ്വാമികളുടെ സന്യാസി ശിഷ്യന്മാരിൽ ഒരാളായിരിക്കണമെന്ന് അയാൾക്ക് വളരെ മോഹമുണ്ടായിരുന്നു. അത് തൽക്കാലം വേണ്ടെന്ന് സ്വാമികൾ പറയുകയാൽ അതിനനുസരിച്ച് അദ്ദേഹം കൊളംബിൽ തന്നെ നിന്നു. റോസ്ക്രൂഷ്യൻ സൊസൈറ്റിയിലെ ഒരു അംഗമായ ഒരു സായിപ്പ് സ്വാമികളുടെ അടുക്കൽ വന്ന് നിത്യം ജപിപ്പാൻ ഒരു മന്ത്രം ഉപദേശിക്കണമെന്ന് അപേക്ഷിച്ചു. സായിപ്പ് അയാളുടെ കുടുംബാംഗങ്ങളെയും സ്വാമികളുടെ അടുക്കെ കൂട്ടിക്കൊണ്ടുവന്ന് നമസ്കാരം ചെയ്യിച്ചു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.